ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോബ്സ് കോർണർ. കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. ഒരുപാട് പേർ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ്, നിങ്ങളുടെ മാക്സിമം സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ ചോദിക്കാൻ ശ്രമിക്കുക. പേഴ്സണലായിട്ട് അയക്കുമ്പോൾ നിങ്ങളുടെ സംശയം മാത്രമേ ക്ലിയർ ആക്കപ്പെടുന്നുള്ളൂ. അതേസമയം കമൻറ്റ് ബോക്സിൽ ചോദിക്കുമ്പോൾ അതേ സംശയമുള്ള ഒരുപാട് പേർക്ക് അത് ക്ലിയർ ആയി കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്നത്തെ എപ്പിസോഡിൽ NRIs ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങളാണ് വരുന്നതെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ടിലെയൊക്കെ ടാക്സുകളെക്കുറിച്ചും അതേപോലെ NRIs ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ്സിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ എപ്പിസോഡിനോടൊപ്പം അതും കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെയും മ്യൂച്വൽ ഫണ്ടിലെയും ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയറായി കിട്ടുന്നതാണ്. ജനറലി NRIസിൻ്റെ ഇടയിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം അവർ ചിന്തിക്കുന്നത് NRIസിൻ്റെ ഓരോ ക്യാപിറ്റൽ ഗെയിനും, അതായത് ഓരോ പ്രോഫിറ്റിനും ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, TDS ആയിട്ട് ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. തീർച്ചയായും NRIs സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നോ മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ ₹1 പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ പോലും അതിന് TDS ആപ്ലിക്കബിൾ ആണ്. എന്നാൽ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചു കിട്ടാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ടാക്സ് സംബന്ധമായ എപ്പിസോഡുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരിക്കൽ കൂടി ചുരുക്കി പറയാം. സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും 3 ടാക്സുകളാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്: ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതേപോലെ ഡിവിഡൻഡ് ഇൻകം ടാക്സ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഷെയർ വാങ്ങി 365 ദിവസങ്ങൾക്ക് ശേഷമാണ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോഫിറ്റോ അല്ലെങ്കിൽ ഒരു ലോസോ ഉണ്ടാകും. ആ ഒരു പ്രോഫിറ്റിനാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അല്ലെങ്കിൽ നഷ്ടമാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിന് മുകളിൽ 10% ആണ് ടാക്സ് ആപ്ലിക്കബിൾ. അതോടൊപ്പം തന്നെ ആ 10% ടാക്സിൻ്റെ മുകളിൽ 4% സെസ് കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ 10.4% ആണ് ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇനി ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഷെയർ വാങ്ങി 365 ദിവസങ്ങൾക്കുള്ളിലാണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ, അതായത് സിംഗ് ട്രേഡ് ഒക്കെ ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിന് 15% ആണ് ടാക്സ് ആപ്ലിക്കബിലിറ്റി. അതോടൊപ്പം തന്നെ ആ ടാക്സിൻ്റെ മുകളിൽ 4% സെസ് കൂടി ആപ്ലിക്കബിൾ ആണ്. അങ്ങനെ വരുമ്പോൾ 15.6% ആണ് ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. മൂന്നാമതായിട്ട് ഡിവിഡൻഡ് ഇൻകം ടാക്സ് ആണ്. അതായത് കമ്പനികൾ തരുന്ന ഡിവിഡൻഡിന് മുകളിൽ ടാക്സ് ആണ്. 20% ടാക്സ് പ്ലസ് ആപ്ലിക്കബിൾ സെസ്സസ് ആണ് അതിനകത്ത് വരുന്നത്. ഈ പറഞ്ഞ ടാക്സുകളൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. എന്നാൽ പലരും അറിയാതെ പോകുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു സർചാർജ് കൂടി ഇതിലുണ്ട്. നേരത്തെ പറഞ്ഞ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെയും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെയും മുകളിൽ 15% സർചാർജ് കൂടെ ആപ്ലിക്കബിൾ ആണ്. ശരിക്കും അത് ഹൈ ഇൻകം കാറ്റഗറിയിൽപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ പ്രോഫിറ്റ് 50 lakhs എബവ് ആണെങ്കിലാണ് ഈ 15% സർചാർജ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. എന്നാൽ NRIസിൻ്റെ കാര്യത്തിൽ ഡിപ്പെൻസ് ഓൺ ദ ബ്രോക്കേഴ്സ്, പലരും പല രീതിയിലാണ് അത് ചാർജ് ചെയ്യുന്നത്. നിങ്ങളുടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ₹1 വിചാരിക്കുക. ആ ടാക്സിൻ്റെ മുകളിൽ 15% സർചാർജും കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആകുന്നത്. എല്ലാ ബ്രോക്കേഴ്സും അങ്ങനെയല്ല. നിങ്ങളുടെ ബ്രോക്കേഴ്സ് ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ സിറോദയിലാണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 15%, അതിൻ്റെ മുകളിൽ 15% സർചാർജ്, അതിൻ്റെ മുകളിൽ 4% സെസ് കൂടി ആഡ് ചെയ്ത് ടോട്ടൽ 17.94 ആണ് ചാർജ് ചെയ്യുന്നത്. അതേസമയം നിങ്ങൾ ജിയോജിത്തിലേക്ക് വരുവാണെങ്കിൽ അവിടെ അവർ 15.6 മാത്രമേ ചാർജ് ചെയ്യുന്നുള്ളൂ. സർചാർജ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം നിങ്ങൾ 50 lakhs ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ബ്രോക്കർ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് അറിയാൻ നിങ്ങളുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക, അവിടെ ലെഡ്ജറിൽ പോവുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ചെക്ക് ചെയ്യുക. അതിനുശേഷം എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. അപ്പോൾ അധികമായി എടുത്ത TDS നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അതേപോലെ മറ്റൊരു നഷ്ടമാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്. ശരിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ബൈയിങ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, അതേപോലെ ബൈയിങ് സമയത്തെ എക്സ്പെൻസസ്, അതായത് ബ്രോക്കറേജ് ചാർജസ്, അതിൻ്റെ മുകളിൽ വരുന്ന GST, അതേപോലെ മറ്റ് ചാർജുകൾ, അതേപോലെ സെല്ലിംഗ് സൈഡിലും വരുന്ന ബ്രോക്കറേജ് ചാർജസും മറ്റ് ചാർജസും കൂടെ കൺസിഡർ ചെയ്യണം. അതും കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷമാണ് ടാക്സബിൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ചില ബ്രോക്കേഴ്സിൽ അവർ അങ്ങനെയല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ₹100 ഒരു ഷെയർ വാങ്ങുന്നു, ₹110 സെല്ല് ചെയ്യുന്നു. അവിടെ ടാക്സബിൾ പ്രോഫിറ്റ് ആയിട്ട് ചില ബ്രോക്കേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 110 - 100, അപ്പോൾ ₹10 നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉള്ളതായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലാണ് 15% അല്ലെങ്കിൽ 10% ആപ്ലിക്കബിൾ ടാക്സസ് അവർ അപ്ലൈ ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ₹100 ഷെയർ വാങ്ങുമ്പോൾ ₹1 ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ ₹110 വിൽക്കുമ്പോഴും ഏകദേശം ₹1 നിങ്ങൾക്ക് എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ₹2 എക്സ്പെൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 110 - 100 10, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പെൻസ് -2 കൂടെ ചെയ്യുമ്പോൾ ₹8 നിങ്ങളുടെ ടാക്സബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലാണ് ടാക്സ് അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡ് പോലെയാണ് നിങ്ങളുടെ ബ്രോക്കർ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് നഷ്ടം വരുന്നുണ്ട്. ഈ നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് നികത്തണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ 15% സർചാർജസ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇയറിൽ 50 lakhs അത്രയും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ 15% സർചാർജ് തിരിച്ചു കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ എക്സ്പെൻസ് ബ്രോക്കർ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ ആ എക്സ്പെൻസ് നിങ്ങൾക്ക് തിരിച്ച് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്.
അതേപോലെ തന്നെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഇയറിൽ 1 ലക്ഷം രൂപ വരെയുള്ള പ്രോഫിറ്റിന് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ അല്ല. പക്ഷേ NRIസിൻ്റെ കേസിൽ അത് അവർ ഡിഡക്റ്റ് ചെയ്യുന്നതാണ്, TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ നിങ്ങളത് ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ 10% TDS ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് 10,000 രൂപ TDS ആയിട്ട് നിങ്ങൾ ചാർജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ 10,000 റുപ്പീസും നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് TDS കാൽക്കുലേറ്റ് ചെയ്തതെന്നും 15% സർചാർജ് വരുന്നതുകൊണ്ട് എന്തൊക്കെ നഷ്ടങ്ങളാണ് വരുന്നതെന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം. ആപ്ലിക്കബിൾ ടാക്സസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ക്യാപിറ്റൽ ഗെയിനിൻ്റെ മുകളിൽ, അതായത് പ്രോഫിറ്റിൻ്റെ മുകളിൽ 10% TDS, ആ TDSൻ്റെ മുകളിൽ 15% സർചാർജസ്, പിന്നീട് 4% സെസ്സുമാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ മുകളിൽ 11.96% ആണ് വരുന്നത്. സർചാർജിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞതാണ്. ഫിനാൻഷ്യൽ ഇയറിൽ 50 lakhs എബോവ് ആണ് ഗെയിനെങ്കിലാണ് 15% ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. പക്ഷേ പല ബ്രോക്കേഴ്സും പല രീതിയിലാണ് ചാർജ് ചെയ്യുന്നത്. 1 രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എങ്കിലും അതിൻ്റെ മുകളിൽ 15% സർചാർജ് ഡിഡക്റ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സുമുണ്ട്. അത് ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം കാൽക്കുലേറ്റ് ചെയ്യുന്ന ബ്രോക്കേഴ്സുമുണ്ട്. നിങ്ങളുടെ ബ്രോക്കേഴ്സ് എങ്ങനെയാണത് അപ്ലൈ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് വഴി ചെക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. നിങ്ങളൊരു ഷെയർ സെല് ചെയ്തു, 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് കരുതുക. അങ്ങനെ വരുമ്പോൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് 10% 10,000 റുപ്പീസാണ് TDS ആയിട്ട് എടുക്കുന്നത്. ആ 10,000ൻ്റെ മുകളിലാണ് 15% സർചാർജ് വരുന്നത്. അപ്പോൾ 1,500 ആണ് സർചാർജ് ആയിട്ട് വരുന്നത്. ഇനി സെസ് അപ്ലൈ ചെയ്യുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പ്ലസ് സർചാർജ്, അതിൻ്റെ മുകളിലാണ് 4% സെസ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ 460 റുപ്പീസാണ് സെസ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ടോട്ടൽ TDS എന്ന് പറയുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ പ്ലസ് 1,500 സർചാർജ് പ്ലസ് 460 സെസ്. അങ്ങനെ വരുമ്പോൾ 11,960 റുപ്പീസാണ് ടോട്ടൽ TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പ്രോഫിറ്റായ 1 ലക്ഷം രൂപയുടെ മുകളിൽ 11.96% ആണ് TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ സർചാർജ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് TDS വരുന്നത് നോക്കാം. 1 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ്, അതിൻ്റെ മുകളിൽ 10.4%, 10% TDS പ്ലസ് 4% സെസ്. അങ്ങനെ വരുമ്പോൾ ഡയറക്റ്റ് പ്രോഫിറ്റിൻ്റെ മുകളിൽ 10.4% ആണ് വരുന്നത്. അത് വരുമ്പോൾ 10,400 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റൽ ഗെയിൻ 50 lakhsന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ആയിട്ടെടുത്ത TDS നിങ്ങൾക്ക് റീഫണ്ടായി കിട്ടുന്നതാണ്. ഇവിടെ അധികമായി എടുത്ത TDS എത്രയാണ് നോക്കാം. 15% സർചാർജ് അപ്ലൈ ചെയ്തപ്പോൾ 11,960 റുപ്പീസാണ് എടുത്തത്. അതേസമയം സർചാർജ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ 10,400. അങ്ങനെ വരുമ്പോൾ 1,560 റുപ്പീസാണ് 1 ലക്ഷം രൂപ പ്രോഫിറ്റിന് മുകളിൽ TDS എക്സ്ട്രാ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫയൽ ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് റീഫണ്ട് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്, STCGT. അതിൽ TDS ആയിട്ട് വരുന്നത് 15% ആണ്. അതിൻ്റെ മുകളിൽ 15% സർചാർജ്, ഓൾസോ 4% സെസ്. അങ്ങനെ വരുമ്പോൾ ടോട്ടൽ ഗെയിനിൻ്റെ മുകളിൽ 17.94% ആണ് TDS ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. സർചാർജ് ആപ്ലിക്കേഷൻ ഇവിടെയും സെയിം ആണ്. നേരത്തെ പറഞ്ഞ 1 ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് തന്നെ ഇവിടെയും കൺസിഡർ ചെയ്യാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് 15% എടുക്കുന്നു, അപ്പോൾ 15,000 റുപ്പീസ്. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനിൻ്റെ മുകളിൽ 15% സർചാർജ്, അപ്പോൾ 2,250 റുപ്പീസ്. ഇനി ടാക്സിൻ്റെയും സർചാർജിൻ്റെയും മുകളിൽ 4% സെസ് കൂടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ 690 റുപ്പീസ് സെസ് ആയിട്ടും ഡിഡക്റ്റ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ TDS എന്ന് പറയുന്നത് 15,000 പ്ലസ് 2,500 പ്ലസ് 690 സെസ്. അങ്ങനെ വരുമ്പോൾ 17,940 റുപ്പീസാണ് ടോട്ടൽ TDS ആയിട്ട് വരുന്നത്, വിച്ച് ഈസ് 17.94% ഓഫ് പ്രോഫിറ്റ് ഗെയിൻ എന്നുള്ളതാണ്. ഇനി ഇവിടെ സർചാർജ് അപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ TDS എത്രയാണ് വരുന്നത് നോക്കാം. 1 ലക്ഷം രൂപയുടെ മുകളിൽ 15.6%, 15% TDS പ്ലസ് 4% സെസ്, അതാണ് 15.6% എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ 15,600 റുപ്പീസാണ് TDS ആയിട്ട് വരുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ പ്രോഫിറ്റ് 50 lakhsൽ താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണെങ്കിൽ റീഫണ്ടായിട്ട് 17,940 മൈനസ് ഈ 15,600 ചെയ്യുമ്പോൾ 2,340 റുപ്പീസ് റീഫണ്ടായിട്ട് കിട്ടുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് NRIസിന് ഓരോ സെഗ്മെൻറ്റിലും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്ന ടാക്സസിൻ്റെ ഡീറ്റെയിൽ ആണ്. ഇക്വിറ്റി ലോങ് ടൈം, അതായത് ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ ഇക്വിറ്റി റിലേറ്റഡ് മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്ത് 1 ഇയറിൽ കൂടുതൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് 11.96% ആണ് ടോട്ടൽ TDS വരുന്നത്. ഇക്വിറ്റി ഷോർട്ട് ടൈം 17.94% ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 42.74% ആണ് ടോട്ടൽ TDS ആയിട്ട് വരുന്നത്. 30% ഡയറക്റ്റ് TDS തന്നെയാണ് വരുന്നുണ്ട്. ഇനി ലോങ് ടൈമിൽ തന്നെ ETF, ബോണ്ട്, NCD, പ്രിഫറൻഷ്യൽ ഷെയർ ഇതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ
23.92% ആണ്. ഇനി ഷോർട്ട് ടൈം ETF ബോൺസ് NCD ഒക്കെ ആണെങ്കിൽ 42.74% ആണ് ടോട്ടൽ TDS ആയിട്ട് വരുന്നത്. വളരെ ഹെവി ആയിട്ടുള്ള ടാക്സസ് ആണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഇത് റെസിഡന്റ് ഇന്ത്യൻസിനും അപ്ലിക്കബിൾ ആണ്. NRIസിന് അപ്ലൈ ചെയ്യുന്നത് പോലെ TDS ആയിട്ടല്ല അവിടെ ഡിഡക്റ്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഇയറിൽ അവർ ITR ഫയൽ ചെയ്യുകയാണ് വേണ്ടത്. അതേസമയം ചില എക്സംഷൻസ് ലിമിറ്റും അവർക്ക് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. പലപ്പോഴും ഫണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ടും കുറച്ചുകൂടെ സേഫ്റ്റി നോക്കിയിട്ടും ETF-കളിലും ഗോൾഡ് ബോണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയും കൂടിയ ടാക്സ് ആപ്ലിക്കബിൾ ആണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ NRIസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സസിനെ കുറിച്ചും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തുള്ള ബെനിഫിറ്റിനെ കുറിച്ചും ചെയ്തില്ലെങ്കിലുള്ള നഷ്ടങ്ങളെക്കുറിച്ചും ഒക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഈ എപ്പിസോഡ് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് NRIs ഇത് ചെയ്യാതെ ക്യാഷ് നഷ്ടപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡും എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.